സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു ജി കാർത്തികേയൻ. കേരള രാഷ്ട്രീയത്തിന് നഷ്ടമായത് ശാന്തമായ ഒരു ജീവിതം കൊണ്ട് ജനങ്ങളെ സ്വാധീനിച്ച സമാനതകളില്ലാത്ത നേതാവിനെ. ജി കാർത്തികേയൻ എന്ന ജനകീയ അടിത്തറയുള്ള നേതാവ് മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന സത്യം കേരള രാഷ്ട്രീയ പൊതുസമൂഹത്തിന് അവിശ്വസനീയമായ ഒരു വാർത്തയായിരുന്നു. KSU യൂണിറ്റ് പ്രസിഡന്റായി പൊതുജീവിതം ആരംഭിച്ച കാർത്തികേയൻ യൂത്ത് കോൺഗ്രസിലൂടെയും ജി കാർത്തികേയൻ എന്ന അതികായൻ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയരുകയായിരുന്നു. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു ജി കാർത്തികേയൻ. കെ കരുണാകരന്റെ രാഷ്ട്രീയ തട്ടകത്തിൽ കരുണാകരന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായി രാഷ്ട്രീയ ജീവിത അടിത്തറ നേടിയ നേതാവായി തീരുകയായിരുന്നു ജി കാർത്തികേയൻ. 1977 രാജൻ കൊലക്കേസിൽ ഒറ്റപ്പെട്ടുപോയ കരുണാകരനോടൊപ്പം ഉറച്ചുനിന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 1978 പാർട്ടി പിളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്കൊപ്പം നിലകൊണ്ടു. 1980 വർക്കല മണ്ഡലത്തിൽ ആദ്യമായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 1982 ആദ്യമായി തിരുവനന്തപുരം നോർത്ത് നിയോജക മണ്ഡലത്തിൽ നിന്നും നിയമസഭാംഗമായി. 1991 മുതൽ തുടർച്ചയായി 5 തവണ നിയമസഭയിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വ്യക്തിയും ജി കാർത്തികേയനായിരുന്നു. 1995 2001 ആന്റണി മന്ത്രിസഭയിൽ മന്ത്രിയായി. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും സാംസ്കാരിക വകുപ്പും വൈദ്യുതി വകുപ്പും കൈകാര്യം ചെയ്തിരുന്നു. കാർത്തികേയൻ ഒരു വേള കരുണാകരനിൽ നിന്നും അകന്ന് തിരുത്തൽവാദത്തിലൂടെ കോൺഗ്രസിൽ തുടർന്നു. കരുണാകരന്റെ ആശ്രിത വാത്സല്യത്തെ അടക്കം കാർത്തികേയനും രമേശ് ചെന്നിത്തലയും ഷാനവാസും അടങ്ങുന്ന ത്രിമൂർത്തികൾ തിരുത്തൽവാദത്തിലൂടെ കരുണാകരനെ എതിർത്ത് തിരുത്തൽവാദ ഗ്രൂപ്പായി മാറുകയും ചെയ്തു. പിന്നീടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഗ്രൂപ്പുകൾക്ക് അതീതനായി കാർത്തികേയൻ എന്ന വ്യക്തി കോൺഗ്രസിന്റെ അനിശ്ചിത നേതാവായി തീരുകയായിരുന്നു. മന്ത്രി എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും സ്പീക്കർ എന്ന പദവിയിലും സ്തുത്യർഹമായ സേവനമാണ് ജി കാർത്തികേയൻ കാഴ്ചവെച്ചത്. ചീഫ് വിപ്പായും നിയമസഭാ കക്ഷി ഉപനേതാവായും ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2014 സ്പീക്കർ പദവിയിൽ നിന്ന് ഒഴിയാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. എന്നാൽ രോഗം കാരണം ആഗ്രഹം ബാക്കിവെച്ച് കാർത്തികേയൻ എന്ന അതുല്യ രാഷ്ട്രീയ പ്രവർത്തകൻ കാലയവനിയയ്ക്കുള്ളിൽ മറയുന്നു. 1949 ജനുവരി 30 ജനിച്ച കാർത്തികേയൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് നേതാവായി തീർന്നു. കോൺഗ്രസിന്റെ കെട്ടിയിറക്ക് നേതാക്കളിൽ നിന്നും വിഭിന്നമായിരുന്നു GKയുടെ രാഷ്ട്രീയ പ്രവേശം. ആദർശ രാഷ്ട്രീയ തീച്ചൂളയിൽ സ്വപ്രയത്നത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഉയർന്നുവന്ന നേതാവായിരുന്നു ജി കാർത്തികേയൻ. വിനയാന്വിതനായ നേതാവ്, ശാലീനതയുള്ള നേതാവ്, സൗമ്യതയുള്ള സമാനതകളില്ലാത്ത നേതാവ്. വിശേഷണങ്ങൾ എത്ര തന്നെ ചാർത്തിക്കൊടുത്താലും ജി കാർത്തികേയൻ എന്ന നേതാവിന് അധികമാവില്ല. കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ തലയെടുപ്പോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ജീവിത വീക്ഷണമുള്ള കർക്കശക്കാരനായ സൗമ്യനായ ജി കാർത്തികേയനെ കേരള ജനതയുടെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമായി ജീവിച്ചുകൊണ്ടേയിരിക്കും 1000 വർഷം. ആദരാഞ്ജലികളോടെ ന്യൂസ് ഡെസ്ക്.